വിവോയുടെ Vivo X200 Pro Mini എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Vivo X200 Pro Mini എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.31 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഇത് എന്നൊക്കെ പറയാവുന്നതാണ്. ഇപ്പോഴത്തെ ഇതിൽ ഈ ഒരു സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം ചെറിയ സ്ക്രീൻ സൈസ് ആണ് എന്ന് പറയാം. പിന്നെ 1.5K റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. OLED പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ltpo എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 4500 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 187 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.15 mm ആണ്. IP68 അതുപോലെ തന്നെ 69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല IP റേറ്റിംഗ് ആണ്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 9400 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇത് mediatekൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസിന് ഇത് ലഭിക്കുന്നതായിരിക്കും. മികച്ചൊരു പ്രോസസ്സറും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബേസ് വേരിയന്റിൽ 12 GB റാമും 256 GB ഇന്റേണലുമാണ് വരുന്നത്. 16 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 1 TB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ f1.57 വരുന്ന സോണി LYT818ൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. OSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ f2.0 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമതും 50 മെഗാ പിക്സൽ ഒരു സെൻസറാണ് വരുന്നത്. f2.57 വരുന്ന ഒരു പെരിസ്കോപ്പ് ലെൻസ് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 3.7x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ f2.0 വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല വിവോയുടെ X സീരീസിൽ വരുന്ന ഫോണുകളിൽ പൊതുവേ വളരെ മികച്ച ക്യാമറ പെർഫോമൻസ് കിട്ടാറുണ്ട്. ഈ ഒരു ഫോണിൽ നമുക്ക് വളരെ മികച്ചൊരു ക്യാമറ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5700 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ സൈസ് 6.3 ഇഞ്ചായിട്ട് കൂടി ഇതിൽ 5700 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ മികച്ച ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ക്രീൻ സൈസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 4699 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 55,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വളരെ മികച്ച ഫീച്ചേഴ്സ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ നല്ലൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് ഇതിലുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഫോണിൻ്റെ വില ഒരു 60,000 65,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പോൾ ഒരു 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. എന്തായാലും വിവോയുടെ X200 Pro Mini എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.